ബ്രിട്ടനിൽ അനധികൃത കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികളായി എത്തിയവർക്കുമെതിരെ കലാപം തുടരുന്നു. വിവിധയിടങ്ങളിൽ മോസ്കുകൾ തദ്ദേശീയരായ വെള്ളക്കാർ ആക്രമിക്കുന്നതിന്റെ വീഡിയോകളടക്കം റോയിറ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. അഭയാർത്ഥിയായി എത്തിയ ആൾ 3 വെള്ളക്കാരികളായ സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണിപ്പോൾ UK-യിൽ വിഷയങ്ങളുണ്ടായിരിക്കുന്നത്. കുടിയേറ്റ വിരുദ്ധ കലാപം UK-യിൽ രൂക്ഷമായി കഴിഞ്ഞു. അഭയാർത്ഥികൾ പുറത്തു പോകണമെന്നും അവരെ ഇവിടെ പാർപ്പിക്കരുതെന്നും സമരക്കാർ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. പകലും രാത്രിയുമെല്ലാം സമരക്കാർ തെരുവിലാണ്. ഇതിനിടെ അഭയാർത്ഥികളെ പാർപ്പിച്ചിരുന്ന ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന കെട്ടിടത്തിന് നേരെയും ആക്രമണം നടന്നു. തീയിടലും ഉണ്ടായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. കെട്ടിടത്തിന്റെ ഗ്ലാസുകളെല്ലാം തകർത്തു. എന്നാൽ ഈ കേന്ദ്രത്തിന്റെ ഉടമകളായവർ പറയുന്നത് അഭയാർത്ഥികൾ ഞങ്ങളുടെ അതിഥികളാണെന്നും അതിഥികളുടെയും സഹപ്രവർത്തകരുടെയും സുരക്ഷയും മറ്റും എപ്പോഴും ഞങ്ങളുടെ അതിഥികളാണെന്നും അതിഥികളുടെയും സഹപ്രവർത്തകരുടെയും സുരക്ഷയും മറ്റും ഞങ്ങളുടെ മുൻഗണനയെന്നുമാണ് അവർ പറയുന്നത്. ഉടമകളുടെ വാദം ധിക്കരിച്ച് പിന്നീട് സമരക്കാർ അഭയാർത്ഥി ക്യാമ്പിന് തീയിട്ടു. കലാപകാരികൾ തീ പിടിക്കുന്നതിന് മുമ്പ് ഒരു ഹോളിഡേ ഇൻ എക്സ്പ്രസിന്റെ ചില്ലുകൾ തകർത്തു. അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള ആക്രമണം 3 മണിക്കൂറിലധികം നീണ്ടുനിന്നു. ഈ അഭയാർത്ഥി ക്യാമ്പിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും 3 പെട്രോൾ ബോംബുകൾ ഉപയോഗിച്ച് തീയിടുകയും ചെയ്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇതിനിടെ മലയാളികൾ ക്യാമ്പ് ചെയ്യുന്ന ലിവർപൂളിലും കലാപമുണ്ടായി. ലിവർപൂളിലും മസ്ജിദുകൾ ജനം ആക്രമിച്ചു. ഒരു വിഭാഗം ജനമാകട്ടെ ലിവർപൂളിൽ കലാപത്തിനിടെ ലൈബ്രറി കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. വാൾട്ടൺസിലെ കൗണ്ടി റോഡിൽ 300ഓളം ആളുകൾ അക്രമാസക്തമായ ക്രമക്കേടുകളിൽ ഏർപ്പെട്ടിരുന്നു. അതിൽ കമ്മ്യൂണിറ്റി സൗകര്യങ്ങൾക്ക് തീയിട്ടു. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ ഉന്നമനത്തിന് കഴിഞ്ഞ വർഷം തുറന്ന സ്പെല്ലോ ലൈൻ ലൈബ്രറി വെള്ളക്കാരായ സമരക്കാർ തകർത്തിരിക്കുകയാണ്. ലൈബ്രറി ഹബിന്റെ താഴത്തെ നിലയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. പോലീസാകട്ടെ ഇത്തരം കലാപങ്ങൾ കണ്ട് പരിചയമില്ലാത്തതിനാൽ ഹെലികോപ്റ്ററിൽ നിന്ന് മുകളിൽ ഇരുന്ന് ഇതെല്ലാം വീക്ഷിക്കുകയായിരുന്നു. നീതിന്യായ മന്ത്രി നവോമി ലോങ് പ്രതികരണവുമായി എത്തി ജനങ്ങളുടെ വികാരം മാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. സമാധാനപരമായ മാർഗങ്ങൾ ജനങ്ങൾ ഉപയോഗിക്കണം എന്നും പറഞ്ഞു. ഇതിനിടെ നോർത്ത് അയർലൻഡിലും അഭയാർത്ഥികൾക്കും മറ്റുമെതിരെ ബെൽഫാസ്റ്റിൽ ഇമിഗ്രേഷൻ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് അക്രമം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ബെൽഫാസ്റ്റിൽ ഇമിഗ്രേഷൻ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നെതൻ അയർലൻഡ് അസംബ്ലി തിരിച്ചു വിളിക്കണമെന്നാണ് അലയൻസ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 30 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമായ റഫറണ്ടത്തിന് നീക്കം നടക്കുകയാണ്. ഇവിടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. നോർത്തേൺ അയർലൻഡിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ആളുകളെ സംരക്ഷിക്കാൻ പോലീസ് തങ്ങളാൽ കഴിയുന്നത് ചെയ്യുന്നു. പക്ഷേ അത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ പോലീസിന് പ്രവർത്തന വെല്ലുവിളികളുണ്ട്. UK-യിൽ വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇപ്പോൾ വെള്ളക്കാരുടെ രോക്ഷത്തിന് കാരണമായി. ഇതിന്റെ UK-യിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ തീവ്ര ഗ്രൂപ്പുകൾ പ്രചാരണം നടത്തിയതും വെള്ളക്കാരെ ചൊടിപ്പിച്ചു. ഇതിനു മുമ്പ് കുടിയേറ്റക്കാർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അഭയാർത്ഥികളായി വന്നവർക്കെതിരായ ആക്രമണം ഇന്ത്യക്കാരെയും ബാധിക്കുകയാണ്. ഇറാഖ്, ലിബിയ, റോഹിംഗ്യൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വന്നവരും ഇന്ത്യക്കാരും ഒരേ ശരീരപ്രകൃതിയും നിറവുമായതിനാൽ മലയാളികളടക്കം തെരുവിൽ ആക്രമണ ഭീഷണിയിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.